നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അലോകിന്റെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ഞെട്ടിപ്പോവാണ്. തന്നെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാനായിട്ടാണ് ഇവരുടെയൊക്കെ തീരുമാനം. എന്റെ ഭഗവാനെ, അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ ജീവിതം എന്തായി തീരും? ഒരു നിമിഷം എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അത് നെഞ്ചത്ത് കൈവച്ച് ഗോമതി ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് ദേവമംഗലത്ത് ആനന്ദും ആകാശും ആര്യനും ഒക്കെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. പിന്നീട് ആര്യം പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ കൃഷ്ണമംഗലത്ത് പോയി അമ്മ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണം. അത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു, അത് ശരി തന്നെയാ, പക്ഷെ അങ്ങനെ അവിടേക്ക് ചെന്ന് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എളുപ്പമുള്ള കാര്യമാണോ? നമ്മളെ അതിനകത്തേക്ക് കയറ്റുമോന്ന് ചോദിക്കണം. ആനന്ദ് പറഞ്ഞു, അത് ശരിയാ. അവര് ചിലപ്പം പോലീസിനെയൊക്കെ വിളിച്ചെന്നിരിക്കും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോലീസിന്റെ സഹായം തേടിയാലോ? അപ്പോഴേക്കും ആര്യം പറഞ്ഞു, പോലീസിനെ വിളിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല നമ്മള്. കാരണം അവിടുത്തെ അങ്കിളിനാണെങ്കിലും അവർക്കൊക്കെ ആണെങ്കിലേ പോലീസിലൊക്കെ നല്ല പിടിപാടുള്ളതാ. പിന്നെ നമ്മൾ അങ്ങനെ ഒരു ഇത് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാണ്. അത് കേട്ടപ്പം ആകാശ് പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം, നമുക്ക് നോക്കാം. എന്താണ് നമ്മൾ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടില്ല. അമ്മയെ വിളിക്കണം, അമ്മയെ വിളിച്ചിറക്കണം. ഒരുപക്ഷെ അമ്മ തടങ്കലിലാണോ എന്താ ഏതാണെന്ന് നമുക്കറിയില്ലോ. അമ്മയെ വിളിച്ചിറക്കി നമ്മളിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറയണം. അങ്ങനെ അവർ മൂന്നുപേരും കൂടെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഗോമതിയെ കൂട്ടിക്കൊണ്ട് വരാനുള്ള. പിന്നീട് ആരും പതുപോലെ തന്നെ ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ബാലൻ അങ്ങനെ ആലോചിച്ചുകൊണ്ട് ആ മുറ്റത്തിരിക്കുന്നുണ്ടായിരുന്നു. ബാലന്റെ ഇരിപ്പും മട്ടും ഭാവവും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ആരിനും മനസ്സിലായി, അച്ഛന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒന്നേ ഉള്ളൂ. അച്ഛൻ്റെ മനസ്സിൽ ഇപ്പോഴും അമ്മയാണ്, പക്ഷെ അത് പുറമെ ഇങ്ങനെ കാണിക്കുന്നില്ല എന്ന് മാത്രം. പിന്നീട് ആര്യം വന്നിട്ട് പറഞ്ഞു, അച്ഛ, എല്ലാത്തിനും കാരണം ഞാനാ, എന്നോട് ക്ഷമിക്ക്. അച്ഛൻ എത്രയും പെട്ടെന്ന് തന്നെ അമ്മയെ വിളിക്കണമെന്ന് പറയണം. എടാ, നിനക്ക് വേറൊന്നും പറയല്ലേ, ഇത് മാത്രം എപ്പോഴും പറയാനുള്ളോ എന്ന് ചോദിക്കണം. ഇതല്ലാതെ വേറെന്താച്ചാ പറയാനുള്ളേ? എനിക്കറിയാം, ഞാനാണ് എല്ലാത്തിനും കാരണം. ഞാനില്ലാതെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ? ഞാനൊന്ന് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടല്ലേ? എന്നാര് പറഞ്ഞു നിന്നോട്? ഒരിക്കലും അല്ല. ശരിക്കും പറഞ്ഞ നീ ബലിയാടാവുക ചെയ്തേ. നിന്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കില്ല. നീ എന്താ ഏതാന്നൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞില്ല. 101 പോയിന്റ് സ്വർണം തിരികെ കൊണ്ടുവരാൻ പറഞ്ഞ് ഞാൻ നിന്നെ കുറെ ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ നീ ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല. അന്ന് പറയുമായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കുറ്റക്കാരനാക്കുമായിരുന്നോ? ഒരിക്കലും ഇല്ല. എല്ലാവരുടെ മുന്നിൽ നീ കുറ്റക്കാരനായിട്ട് നാണം കെട്ട് തൊലിയൊഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ എന്നിട്ട് നീ നിന്റെ അമ്മയുടെ സ്നേഹം അത് നിനക്കറിയാം എന്താന്ന്. നീ അതുകൊണ്ട് നിന്റെ അമ്മയെ ഒറ്റക്കൊടുത്തില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ആര്യം പറഞ്ഞു, എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ പറയണേ? അതിനകത്ത് ഇപ്പം അമ്മ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയാം. അവള് തെറ്റ് ചെയ്തു. അവൾക്ക് എന്നെ ഒന്ന് വിളിക്കാറെന്ന് പറയണം. അച്ഛനെ വിളിക്കാനാ? അതെ. കൃഷ്ണമംഗലം എന്ന് പറഞ്ഞാൽ അറിയാലോ, ദേവമംഗലത്തിന് ശത്രുക്കളാ. അവിടുന്ന് ഒരു മോളെയാ അവൾ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നേ. ഇങ്ങനൊരു കാര്യം നടക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് എന്നോട് വിളിക്കായിരുന്നു. എന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയായിരുന്നു. അല്ല, ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ സമ്മതിക്കുവോ? പിന്നല്ലാതെ ഞാൻ അങ്ങോട്ടേക്ക് വരുമായിരുന്നു. ഞാനും കൂടെ ചേർന്ന് കയറുന്ന വേണ്ടെന്നാച്ചാ ചെയ്തേനം. പക്ഷെ അവൾ ചെയ്ത എന്താ തോന്നിയാസം? തന്നിഷ്ടപ്രകാരം ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ആന്റി ഭയങ്കര വിഷമായി. ആര്യം പറഞ്ഞു, എന്തിനാ അച്ഛാ വീണ്ടും അമ്മയെ കുറ്റപ്പെടുത്തുന്നേ? പാവ അമ്മ. ആ സമയത്ത് അമ്മയ്ക്ക് അങ്ങനെ ഒരു ബുദ്ധിയെ തോന്നിയത്. ആ സാഹചര്യം അതായിരുന്നു. മിത്രയ്ക്ക് വേണ്ടിയിട്ട് അമ്മ ശത്രുവെന്നോ അങ്ങനെയൊന്നും ചിന്തിച്ചു പോലില്ല. അമ്മയുടെ മനസ്സിൽ മിത്രയുടെ ജീവൻ മാത്രം ആ സമയത്തുണ്ടായിരുന്നുള്ളൂ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു, നിനക്കിപ്പോൾ ഇത് പറയാം, പക്ഷേ എങ്കിലേ എനിക്ക് അറിയത്തുള്ളൂ എൻ്റെ വിഷമം വേദന എന്താന്ന്. അതുകൊണ്ട് ഞാൻ ഗോമതിയെ തിരികെ വിളിക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന് പറയണം. അച്ഛാ, ഞാൻ പറയാനുള്ള പറഞ്ഞു. എന്തായാലും ഞങ്ങൾക്ക് മക്കൾക്ക് അമ്മയെ വേണം. അമ്മയില്ലാതെ ഞങ്ങൾക്ക് പറ്റില്ല വീട്ടില്. ഇനി എല്ലാം അച്ഛൻ്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അങ്ങനെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് പോവാണ്. ആ സമയത്ത് അലോക് ഒരു ഡോക്ടർ, അലോകിന്റെ ഫ്രണ്ട് ഒരു ഡോക്ടറുണ്ട്. അയാളെ ഫോൺ വിളിക്കുവാണ്. ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ഡോക്ടറെ, എങ്ങനെയാ മെഡിസിൻ്റെ കാര്യം? ദേ അലോകെ, നീയുമായിട്ടുള്ള ബന്ധത്തിന് പുറത്ത്, പരിചയത്തിന് പുറത്ത് ആ മെഡിസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞേ അറിയാലോ. പുറത്തറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആ പാടെ പ്രശ്നവും. അല്ല, ആ മെഡിസിൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാന്ന് ചോദിക്കണം. അത് നെർവ് സിസ്റ്റത്തെ ബാധിക്കുന്നത്, പിന്നീട് സ്ട്രോക്ക് ഉണ്ടാവും എന്ന് പറയണം. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, അതിൻ്റെ ഇടയ്ക്ക് ബ്ലഡ് ഒന്നും ടെസ്റ്റ് ചെയ്യാൻ പോകരുത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാനുകളും പദ്ധതികളും എല്ലാം പൊളിയും. ആ മെഡിസിൻ ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്ന് അറിയും. അങ്ങനെ അറിഞ്ഞാൽ പിന്നെ നമ്മളെ രണ്ടുപേരെയും പൊക്കുമെന്ന് പറയണം. ഇല്ല ഡോക്ടറെ, ആ കാര്യം ഓർത്ത് പേടിക്കണ്ടെന്ന് പറയണം. പിന്നീട് അലോക് പറഞ്ഞു, അല്ല ഡോക്ടറെ, ഈ മെഡിസിൻ വാങ്ങണമെങ്കിൽ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോകേണ്ടത് നിൽക്കും. വേണം. അല്ല, അങ്ങനെ ഞാൻ പോയി ഈ മെഡിസിൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പ്രശ്നമാവില്ലേ? കാരണം ഞാനാണ് ഈ മെഡിസിൻ അവിടെ നിന്ന് വാങ്ങിയെന്ന് അറിയത്തില്ല. എന്തെങ്കിലും പ്രശ്നം നാളെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഉണ്ടാകാൻ പോകുന്നില്ല, ഉണ്ടായിട്ടുണ്ടെങ്കിൽ
അപ്പൊ അതുകൊണ്ട് ഡോക്ടർക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ, ഡോക്ടർക്ക് ആ മെഡിസിൻ ഇവിടെ എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാന്ന് പറയാണ്. അലോക് സന്തോഷമായി ഫോൺ കട്ട് ചെയ്യുവാണ്. ഇതൊക്കെ കേട്ടോണ്ട് ഗോമതി അവിടെ മറിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഗോമതിക്ക് നെഞ്ചു പെടയുന്ന പോലെ തോന്നി. കാരണം ഇത്ര ക്രൂരന്മാരാണ് ഇവിടെ ഉള്ളതെന്ന് ഒരിക്കലും ഗോമതി പ്രതീക്ഷിച്ചത് പോലുമില്ല. തന്നെ ഇങ്ങോട്ട് കൈപിടിച്ച് കയറ്റണ സമയത്ത് തന്നോടുള്ള സ്നേഹം കൊണ്ടാന്ന് വിചാരിച്ചു. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കണമെന്ന് വിശ്വസിക്കാൻ പോലും ഗോമതിക്ക് സാധിക്കുമായിരുന്നില്ല. ഈ സമയം പിന്നീട് ആരും മുറിയിലേക്ക് വരുമ്പത്തേനും മിത്ര ഒരു വള കയ്യിൽ നിങ്ങോട് ഊരുവാണ്. പിന്നീട് ചോദിച്ചു, ആരും ചോദിച്ചു, എന്താ മിത്ര നീ എന്താ കയ്യിൽ നിന്ന് വളയൊക്കെ ഊരുന്നേ, നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണേ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കണം. ആര്യ, എന്നെ എനിക്കൊരു ഉപകാരം ചെയ്തു തരുവോ? ഉപകാരമോ? എന്തുപകാരം? എന്താന്ന് വെച്ചാ പറ. ഈ വളയൊന്ന് പണയം വെച്ച് തരുവോ? വള പണയം വെക്കാനോ? നിനക്കിത് എന്താ മിത്ര ഇത്? നീ എന്തിനാ ഇപ്പൊ വള പണയം വെക്കണേ? കാര്യം എന്താ വെച്ചാ പറ. പിന്നീട് മിത്ര പറഞ്ഞു, അത് പിന്നെ ഒരാവശ്യമുണ്ട്. ഓഹോ, എന്താ ആവശ്യം? ഞാൻ അറിയാത്ത എന്താ ആവശ്യമുള്ളേ? നിന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ രാപകലില്ലാതെ അധ്വാനിക്കുന്നേ. രാത്രി ഏതാ പകലെന്നില്ലാതെ ഞങ്ങളുടെ ഓടി നടക്കുന്നേ. എന്നിട്ടോ നിനക്കൊരാവശ്യം വന്നു കഴിഞ്ഞപ്പോ നീ വള പണയം വെക്കുന്ന കാര്യം പറയണു. നിനക്ക് എങ്ങനെ തോന്നും ഇത്ര ഇങ്ങനെ ചങ്കി കുത്തുന്ന വർത്താനമൊക്കെ പറയാനായിട്ട്? എന്നാലും ഇത് കുറച്ച് കഷ്ടമായി പോയിട്ടോ എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിത്ര എന്ത് ചെയ്യണം, മിത്രയോടൊപ്പം കൂടി ഇരിക്കണം കട്ടിലേക്ക്. എന്നിട്ട് അവിടെ ഇരുന്ന് കരയുക. ഈ കരച്ചില് കണ്ടു കഴിഞ്ഞപ്പോ ആരിന് സഹിച്ചില്ല, ആരിന് സങ്കടമായിപ്പോയി. കാരണം മിത്ര കരയുമ്പോൾ ആരിന് വിഷമാവും. ഈ സമയം ആര്യം പറഞ്ഞു, എന്താ മിത്ര ഇത്? നീ ഇങ്ങനെ കരയാതെ, നീ കാര്യം എന്താ വെച്ചാ പറ. എന്തിനാ വള പണയം വെക്കണമെന്ന് പറഞ്ഞേ? എന്തുണ്ടെങ്കിലും ഞാനുമായിട്ട് ഷെയർ ചെയ്യാം. പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണ്, നമുക്ക് പരിഹരിക്കാം. പണത്തിന്റെ കാര്യമില്ലെന്ന് ചോദിക്കുക. അത് പിന്നെ വേറൊന്നുമല്ല ആര്യ, കുറച്ച് ഫീസ് വേണം, എക്സ്ട്രാ ഫീസും വേണം. പിന്നെ ട്യൂഷൻ ഫീ ആയിട്ട് കുറച്ച് അതങ്ങനെ അടയ്ക്കണം. എല്ലാത്തിനും കുറച്ച് പൈസ വേണമെന്ന് പറയാം. അതാണ് ആ കാര്യം. അത് നിനക്ക് എന്നോട് പറഞ്ഞാൽ പോരെ നിൽക്കും. അല്ല, അത്രയും പൈസ അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അല്ല, എന്നാ അടയ്ക്കണ്ടേ? 15-ാം തീയതി. ഇനിയിപ്പോ 3-4 ദിവസം ഉണ്ടല്ലേ? 3-4 ദിവസം കൂടി ഉണ്ടല്ലോ. നീ സമാധാനമായിട്ടിരിക്കുക. നിനക്ക് ആ പൈസ കിട്ടിയാൽ പോരെ. പിന്നെ ഞാൻ എന്തിനാ നിന്റെ ഭർത്താവാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ പണിയാനായിട്ട് പോണേ? നിന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ടല്ലേ? അല്ലാതെ അത് വലിയൊരു തുകയായതുകൊണ്ട് എത്ര വലിയ തുകയാണെങ്കിലും ഇതേ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നത് ഞാൻ ഉണ്ടാക്കി തരും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഈ കാര്യത്തിൽ നീ വളയൊന്നും പണയം വെക്കാൻ പോണ്ട. ഇന്ന് വള വെക്കും, നാളെ മാല വെക്കും, പിന്നെ കമ്മലൂരും. അങ്ങനെ പണയം വെച്ച് ജീവിക്കാനാണോ നിന്റെ തീരുമാനം എന്നൊക്കെ ചോദിക്കണം. അത് പിന്നെ ആര്യ, ഞാൻ വേണ്ട, കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണ. പിന്നീട് മിത്രയുടെ കയ്യിൽ നിന്ന് വളയങ്ങോട് മേടിച്ച് അത് അവളുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പറഞ്ഞു, ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. നിന്നെ കല്യാണം കഴിച്ചത് ഇതിനു വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കണം. അന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ കല്യാണം കഴിച്ചെങ്കിലും ഇപ്പം നിനക്കറിയാലോ നമ്മൾ രണ്ടും തമ്മിലുള്ള ബന്ധം എന്താന്ന്. ഇത് കേട്ടപ്പോൾ മിത്രയ്ക്ക് സങ്കടമായി. മിത്രയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. സോറി ആര്യാന്ന് പറയണം. സോറി ഒന്നും പറയേണ്ട കാര്യമില്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയിപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊന്നും മേലെ ചെയ്തു പോയേക്കല്ല, ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് എന്നൊക്കെ പറയുകയാണ്. പിന്നീട് ആര്യൻ തൻ്റെ മുതലാളിയെ കാണാനായിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പോൾ അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് ചോദിച്ചു, സാറേ എന്തിനാ സാറേ എന്നെ വിളിപ്പിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ലോഡിംഗ് ഒക്കെ കൊടുക്കാൻ പോകുന്ന അയാളാണ് ജോലി കൊടുത്തത് തന്നെ ആര്യന്. ലോഡിങ്ങിൻ്റെ ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുത്തത് അയാളുടെ കമ്പനിയിലാണ്. പിന്നീട് അയാൾ പറഞ്ഞു, ആര്യനെ ഞാൻ കണ്ടത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാന്ന് പറയണം. എന്താ സാറേ കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ആര്യനെ ഈ ജോലി ഞാൻ ഒരിക്കലും തരാൻ പാടില്ലെന്ന്. അയ്യോ, എന്താ സാറേ അങ്ങനെ? ആരും പഠിച്ച് നടക്കേണ്ട പ്രായമല്ലേ? നന്നായിട്ട് പഠിച്ചൊരു ജോലി വാങ്ങിക്കുന്ന സമയമാണ്. ഈ ജോലി ഞാൻ തന്നോണ്ടല്ലേ ആര്യൻ്റെ പഠിപ്പ് പോലും മുടക്കിയത്. അതൊന്നും കുഴപ്പമില്ല സാറേ, അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. ആദ്യം നമ്മുടെ കുടുംബത്തിലെ ആവശ്യങ്ങൾ നടക്കണം, അതല്ലേ നമുക്ക് പ്രധാനം എന്ന് പറയണം. അല്ല സാറ് വിളിപ്പിച്ച കാര്യം എന്താന്ന്? അത് പിന്നെ ഇന്ന് ആരും ലോഡും കൊണ്ട് പോകണ്ടെന്ന് പറയണം. അയ്യോ, അതെന്താ സാറേന്ന് ചോദിക്കുകയാണ്. ഇന്ന് ആരിനെ ഞാനേ എൻ്റെ വ്യക്തിപരമായ ഒരു പ്രശ്നമാണ് ഏൽപ്പിക്കാൻ പോണെന്ന് പറയാണ്. എൻ്റെ ഒരു വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടിയിട്ട് ആരിനൊരു സ്ഥലം വരെ പോകണമെന്ന് പറയാം. എന്താ സാറേ കാര്യം? അത് പിന്നെ എൻ്റെ മോളുണ്ടല്ലോ, അവളെ ആരിനൊന്ന് കോളേജിൽ കൊണ്ടേ ആക്കണമെന്ന് പറയണം. സാധാരണ ഞാനാണ് പോകാറുള്ളത്, പക്ഷേ ഇന്ന് എനിക്ക് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓഫീസിൽ, അതുകൊണ്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് വിശ്വസ്തനായ ഒരാളെ വേണമല്ലോ മോളെ ഏൽപ്പിച്ച് വിടാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ആര്യനെ വിളിച്ചതെന്ന് പറയാം. അതിനെന്താ സാറേ, ഞാൻ കൊണ്ടുവിട്ടാളെന്ന് പറയണം. അതിന് ബുദ്ധിമുട്ട് എന്തെങ്കിലും? എന്ത് ബുദ്ധിമുട്ട്? ഒരു കുഴപ്പമില്ലാന്ന് പറയണം. പിന്നീട് പുള്ളിക്കാരൻ അങ്ങോട്ട് പോകാൻ തിരിഞ്ഞിട്ട് ചോദിച്ചു, അല്ല ആര്യ, ആൻ്റെ അമ്മ വന്നോ, ഗോമതി വന്നോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു, ഇല്ലാന്ന് പറയാണ്. ആര്യ, നിങ്ങൾ അച്ഛന് അമ്മയെ വേണം, അതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങൾ മക്കൾക്കും.
ചിലപ്പോൾ അച്ഛൻ ചിലപ്പോൾ വിളിച്ചൊന്നും വരത്തില്ല. കാരണം അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ ചിലപ്പോൾ ഈഗോ വെച്ചുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ നിങ്ങൾ മക്കൾ അങ്ങനെ ആയിരിക്കരുത്. നിങ്ങൾ മക്കൾ നിങ്ങളുടെ അമ്മയെ തിരികെ വിളിക്കണമെന്ന് പറയണം. അമ്മ വീട്ടിൽ വന്നാലോ കുടുംബത്തിന് എപ്പോഴും ഒരു ഐശ്വര്യം ഉണ്ടാവുള്ളൂ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു, എനിക്കറിയാം സാറെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം അയാൾ പറഞ്ഞു, എന്താണല്ലോ എല്ലാം നല്ല രീതിയിൽ തന്നെ പോട്ടെ, എത്രയും പെട്ടെന്ന് തന്നെ അമ്മയെ വിളിച്ചോണ്ട് വാ എന്നൊക്കെ പറയണം. കുടുംബത്തിന്റെ ശരിക്കും പറഞ്ഞ് നെടുന്തൂണെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അച്ഛനെ പോലെ തന്നെയാണ് അമ്മയും. രണ്ടുപേരും കൂടെ ഒന്നിച്ചു പോകുമ്പോൾ ഒരു കുടുംബം ആവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആന്യ ഉപദേശിക്കുന്നുണ്ട്. ഒരുപക്ഷെ അച്ഛൻ്റെ ഈഗോ വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും പോയി വിളിക്കാത്തെ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ മാറി നിൽക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആന്യ ഉപദേശിക്കുകയാണ്. ആര്യം പറഞ്ഞ് ശരി സാറെന്ന് പറയണം. ഈ സമയത്ത് കൃഷ്ണമംഗലത്ത് കൊടുമ്പരി കൊണ്ട ചർച്ചയാണ്. അനന്തനും അച്യുതനും അലോകും രാജശ്രീയും ഒക്കെ ചേർന്ന് നിന്നിട്ട് പിന്നീട് ആനന്ദം പറഞ്ഞു, അല്ല ലോകെ, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ മെഡിസിൻ ഗോമതിക്ക് കൊടുത്തെന്ന് വെച്ചോ, അതെങ്ങനെ പ്രവർത്തിക്കണേന്ന് ചോദിക്കാം. അത് അപ്പച്ചിയുടെ നെർവ് സിസ്റ്റത്തെ ബാധിക്കണേന്ന് പറയണ. പതുക്കെ പതുക്കെ അതിങ്ങനെ ബാധിച്ച് അവസാനം സ്ട്രോക്ക് ഉണ്ടാവുമെന്ന് പറയാം. സ്ട്രോക്ക് ഉണ്ടാവുമോ? അയ്യോ, അപ്പോൾ ഗോമതിയുടെ ആപത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ? അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അല്ല, ജീവൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ജീവനൊന്നും സംഭവിക്കില്ല എന്ന് പറയണം. ഒരാപത്തും ഉണ്ടാകത്തില്ല എന്ന് പറയണം. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയണം. എന്നാലും എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നണമെന്ന് അനന്തം പറയണം. ഒരു ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല വല്യച്ച, ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലയെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അച്ഛനും പറഞ്ഞു, നമ്മളിച്ചിരി റിസ്ക് എടുത്താലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയണം. രാജശ്രീ പറഞ്ഞു, അത് ശരിയാ, നമ്മൾ ഇച്ചിരി റിസ്ക് തന്നെ എടുക്കണം. അല്ലെങ്കിൽ ഈ പറയുന്ന ഗോമതി ഇങ്ങോട്ടേക്ക് വരുമെന്ന് തോന്നുന്നുണ്ടോ? ഗോമതി വന്ന് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണോ? ഒരിക്കലും ഇല്ല. ആങ്ങളമാരോടുള്ള സ്നേഹം കൊണ്ടല്ല. അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട്, വേറൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഗോമതി ഇങ്ങോട്ടേക്ക് കയറി വന്നേ. അതെപ്പോഴും നമ്മളെ ഓർമ്മ വേണം. ഒരു പക്ഷേങ്കിൽ നാളെ ചിലപ്പോൾ ഗോമതി അങ്ങ് പോയെന്ന് വിരിക്കും. അപ്പം നമ്മൾ മുകളിലേക്ക് നോക്കി ഇരിക്കാൻ പാടില്ലെന്ന് പറയണം. അച്ഛനും പറഞ്ഞു, അത് ശരിയാ രാജശ്രീ, നീ പറഞ്ഞ 100% ശരിയായിട്ടുള്ള കാര്യമാണ്. ഈ സമയം ആനന്ദം പറഞ്ഞു, എന്നാലും എനിക്കെന്തോ നല്ല ടെൻഷൻ തോന്നുന്നുണ്ട്. ഗോമതിക്ക് വല്ലതും സംഭവിക്കുമെന്ന്. എന്ത് സംഭവിക്കാനാ വലിയച്ഛൻ അതൊന്നും ഓർത്ത് പേടിക്കണ്ടെന്ന് പറയണ. പിന്നെ ഞാനിത് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പച്ചി സ്ട്രോക്ക് ഉള്ള ആ സമയത്ത് അപ്പച്ചിയുടെ തമ്പ് ഇംപ്രഷനൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓക്കെയാണ്. തമ്പ് ഇംപ്രഷൻ വെച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് സാധിക്കും. അത് മതി. പിന്നെ എന്താ കുഴപ്പമിരിക്കണമെന്ന് ചോദിക്കും. അത് ശരിയാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതുമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകാമെന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും അനന്തൻ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.